feel very proud. This is one group that has been doing good and doing well at the same time. I've been fortunate to know the family for the past close to 10 years, and the amount of confidence that they've infused in me is something that I didn't believe I had. You know, the amount of trust and faith they have in everything that they do, it kind of motivates everybody involved with them. And the amount of good that they've done for Angamali as well as for Kerala, for kids, you know, with the open heart surgeries for infants and young children for free. I feel very humbled and I feel very proud that I'm part of the celebrations. It's 40 years and I wish them another 100 years. ഒരു സൗഹൃദം 7 വർഷം നിലനിന്നാൽ അതൊരു ആജീവനാന്ത സൗഹൃദമാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലും സൗദി അറേബ്യയിലും വളർന്ന 2 യുവാക്കൾ അവർ 1980കളിൽ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടൽ പിന്നീട് വളരെ ശക്തമായ ഒരു സുഹൃത്ത് ബന്ധമായി മാറുന്നു. ആ സുഹൃത്ത് ബന്ധം വലിയൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് നയിക്കുന്നു. ആ അപൂർവ ചങ്ങാത്തത്തിന്റെ കഥയൊന്ന് കേട്ടാലോ? പോവാം. വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് 4 പതിറ്റാണ്ടുകളായി നമുക്കൊപ്പം. കർഷക കുടുംബത്തിൽ നിന്നും അന്താരാഷ്ട്ര വ്യവസായ സാമ്രാജ്യത്തിൽ വിജയമുദ്ര പതിപ്പിച്ച മലയാളികളുടെ അഭിമാനമാണ് വർഗീസ് മൂലൻസ് ഗ്രൂപ്പ്. അങ്കമാലിയിലെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ കൊച്ചുദേവസ്യ കുഞ്ഞേലി ദമ്പതികളുടെ 5 മക്കളിൽ ഒരാളായ വർഗീസ് മൂലനാണ് ജന്മനാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിശ്വാസ്യതയുടെ ബ്രാൻഡ് നെയിമായി മാറിയ വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ വിജയശില്പി. കോളേജ് പഠനകാലം കഴിഞ്ഞ് മദ്രാസിലെത്തി ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമ സ്ഥാപനത്തിന്റെ ജോലി നേടിയാണ് വെല്ലുവിളികൾ നിറഞ്ഞ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വർഗീസ് മൂലന്റെ ആദ്യ ചുവടുകൾ. സൗദിയിലെ പ്രശസ്തമായ അൽസാലെ ബിസിനസ് ശൃംഖലയുടെ അമരക്കാരനായ ഖാലിദ് അൽസാലയുടെ ബന്ധുവുമായിട്ടുള്ള അവിചാരിത കൂടിക്കാഴ്ചയാണ് അന്താരാഷ്ട്ര വ്യവസായ ലോകത്തേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കാൻ വർഗീസ് മൂലന് കരുത്തും കരുതലുമായത്. 1985 വിജയ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ച വർഗീസ് മൂലൻ റീറ്റെയിൽ വ്യാപാര ശൃംഖലയുടെ രംഗത്തും വിജയ് ശ്രീലാളിതനായി. വർഗീസ് മാർഗരറ്റ് ദമ്പതികളുടെ മക്കളായ വിജയ്, ജയശ്രീ എന്നിവരും വർഗീസ് മൂലൻസ് കുടുംബത്തിന്റെ ഈ വ്യവസായ നേട്ടങ്ങൾക്ക് പിന്നിലെ സ്നേഹ സാന്നിധ്യങ്ങളാണ്. വർഗീസ് മൂലന്റെ മകൻ വിജയ് അച്ഛന്റെ പാത പിന്തുടർന്ന് നാട്ടിലും മറുനാട്ടിലുമുള്ള ബിസിനസ് സംരംഭങ്ങളുടെ മുൻനിരയിൽ സജീവമാണിപ്പോൾ. സൗദി ചേംബർ ഓഫ് കൊമേഴ്സ് അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ, സൗദി വിദേശ നിക്ഷേപ ലൈസൻസ് ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ എന്നീ നേട്ടങ്ങളുടെയും ഉടമയാണ് വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ വർഗീസ് മൂലൻ. ഹൗസ് ഓഫ് സ്പൈസിന് സൗദിയിൽ തുടക്കം കുറിച്ച വർഗീസ് മൂലൻ ദുബായ്, ഒമാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിലേക്കും വ്യാപാര ശൃംഖല വിപുലമാക്കി. വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെയും വർഗീസ് മൂലന്റെയും ബിസിനസ് നേട്ടങ്ങളിൽ സ്തുത്യർഹമായ സേവന സാന്നിധ്യമായി ഇവരുമുണ്ട് ഒപ്പം. വിജയൻ നായരും റോയ്സൺ ആന്റണിയും. മൂലൻസ് ഗ്രൂപ്പിന്റെ അന്താരാഷ്ട്ര വ്യവസായ രംഗത്തെ അഭിമാനകരമായ മുന്നേറ്റത്തിന്റെ നിരവധി നാഴികക്കല്ലുകളുമുണ്ട്. സൗദി അറേബ്യയിലെ ദമാമിൽ 2 ഏക്കർ സ്ഥലത്തെ പുതിയ വെയർഹൌസിന്റെ നിർമ്മാണവും നമ്മുടെ നാട്ടിൽ അങ്കമാലി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 1.5 ഏക്കർ വിസ്തൃതിയിൽ അത്യാധുനിക ടെക്നോളജിയുമായി പുതിയ ഫാക്ടറിയുമെല്ലാം വർഗീസ് മൂലൻസ് ഗ്രൂപ്പിന്റെ സമീപകാല നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്.
വിജയുടെ ഭാര്യ കാശ്മീരിയുടെ നേതൃത്വത്തിൽ ഡിസൈൻസ് നെവർ എഗെയിൻ, DNA, ഡയമണ്ട് ജ്വല്ലറി, മൂലൻസ് പെട്രോ കെമിക്കൽസ് എന്നീ സംരംഭങ്ങളും ഗ്രൂപ്പിന്റെ പുതിയ ബിസിനസ് സംരംഭങ്ങളാണ്. ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ആദ്യ ചുവടുവയ്പിൽ തന്നെ റോക്കറ്ററി എന്ന ചലച്ചിത്രത്തിലൂടെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരത്തിന്റെ അഭിമാന നിമിഷവും സ്വന്തമാക്കി ശ്രീ വർഗീസ് മൂലൻ. മാധവനെ കേന്ദ്ര കഥാപാത്രമാക്കി GDN എന്ന പുതിയ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം. സിനിമാ നിർമ്മാണം, റിയൽ എസ്റ്റേറ്റ്, ഓർഗാനിക് ഗാർഡൻസ്, റിസോർട്ടുകൾ, കനേഡിയൻ മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ചോക്ക് ഷോപ്പ് എന്നിങ്ങനെ വ്യത്യസ്തവും വിപുലവുമായ ബിസിനസ് സംരംഭങ്ങളിലാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയിലെ മുൻനിരക്കാരെന്ന പ്രശസ്തിയോടൊപ്പം വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് ഇപ്പോൾ വിജയ ചരിത്രം എഴുതുന്നത്. പ്രേക്ഷകരെ, നമ്മൾ പറഞ്ഞ ആ അപൂർവ സൗഹൃദത്തിന്റെ ആ കഥയുടെ കെട്ട് നമ്മൾ അഴിക്കാൻ പോവുകയാണ്. 40 വർഷമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയായിരുന്നു ആ ഒരു മനോഹരമായ യാത്രയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. First of all, congratulations to both of you on your success. And it's amazing to see 40 years of faith, friendship and fulfillment. It's rare to see too. And from Kerala, we are always grateful to you, sir, because you made him as a global entrepreneur from a small state. Thank you so much. Dr. Varghese Moolan, ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു, ഇവിടെ വളർന്നു, പിന്നെ ഒരു യാത്രയായിരുന്നു. ആ യാത്രക്കൊടുവിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് എവിടെയെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി കാണുമല്ലോ. ആ ഒരു ടേണിംഗ് പോയിന്റ് എവിടെയാണ്? ആദ്യത്തെ ടേണിംഗ് പോയിന്റ്, ഞാനിവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കേരളത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് സന്തോൾ ഇന്ത്യ എന്ന് പറയുന്ന ഡൽഹിയിലെ കമ്പനി ജോലി ചെയ്തിരുന്നുകൊണ്ടിരിക്കുമ്പോൾ ബോംബെയിൽ വെച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിനെ അവിടെ വെച്ച് കാണാനായിട്ട് എനിക്ക് പരിചയപ്പെടാനും സാധിച്ചു. അദ്ദേഹത്തെ ഒരു മാനേജറെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം വന്നതായിരുന്നു. അപ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ അവിടേക്ക് റിക്രൂട്ട് ചെയ്തു. അങ്ങനെയാണ് 81 ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു മാനേജിങ് പോസ്റ്റിൽ ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ 4 വർഷം, 40 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ല, 45 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. 81 ഓൺവേഡ്സ് ആണ് ഞങ്ങൾ ഞാനിതിലുള്ളത്. അപ്പോൾ 4 വർഷത്തോളം ഞങ്ങൾ ജോലി ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ടായിട്ട് ചെയ്തു. അപ്പോൾ വേറെ ഞാൻ പ്രൈവറ്റായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഒന്നിച്ച് എനിക്ക് ഇതിനകത്ത് ഇമ്പോർട്ടിങ് ആൻഡ് ഇതെല്ലാം ചെയ്യാനായിട്ട് അന്നുള്ള ഫെസിലിറ്റി ഇല്ല എനിക്ക്. കാരണം വെച്ചാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, വാഹനങ്ങൾ വേണം, മറ്റേതിനെല്ലാം അതിനുള്ള ഫെസിലിറ്റി ഇല്ല. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്ന് സഹായിക്കാമോ, ഒരു കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു തന്നു. അങ്ങനെയാണ് അതാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. മിസ്റ്റർ ഷെയ്ഖ് ഖാലിദ് അൽ സാലെ, he has made the turning point in my life from an employee to be a businessman and to reach this level, and I am always thankful to him and to his family. We are also thankful to you and family, wonderful family. And Dr. Varghese Moolan, ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഫോട്ടോ, അങ്ങ് ആദ്യത്തെ ആ ഒരു ഷോപ്പ് തുറന്ന ആ ഫോട്ടോ, ആ ആൽബം ഇത്രയും വാല്യൂബിൾ ആയിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതും ആ ഫാമിലിയിലെ എല്ലാവരും അങ്ങയോടുള്ള ആ ഒരു സ്നേഹം. തീർച്ചയായിട്ടും. I never expected this. They are keeping this word. I thought they would have forgot this word. I was really surprised to see that album, such an old 40 years old one. Even I don't have ആ ആൽബം എൻ്റെ ആ ഫോട്ടോ എല്ലാം പോയത്. But they are keeping it. It's really wonderful.
Khalid. What struck you first when you met a young Varghese Moran in Saudi Arabia? The executive secretary in my company, not my company that time is not big company. That's mean the secretary, he do all the job. Even he do sometime the CEO job, sometime, you know. But I feel when Mr. Varghese, he control the work in my company, he's honest, he's disciplined. This is one very important in the business, and he's hard worker. He don't see the watch. He don't say this is 8 hours or 12 hours working. And that time he worked really hard worker. And that time I need somebody to be in my company, same as this gentleman. You know, we work sometime 12 hours a day. Later on, the story is continuously. Later on, I will tell you the story, what's happened. From, let me feel proud if I am a friend of Mr. Varghese. We start from small thing, starting, and we became now, not now, 20 years, 22 years, we became very big group. We start, you will surprise all of you when I am saying, we start with with the small track, Mr. Varghese alone, with the small capitals. We are talking capitals as by numbers, I cannot say the numbers, but I told you very small capitals. I will tell you the numbers. The numbers is $25,000. They're not more than that. And all the small tracks, within few years, with Mr. Varghese working, and he's very hard work, and he control the work, that business. But how we get that one, how we reach to that point, he came with very creative ideas. He would like to make the spices and the Indian, from grocery shop, he would like to make a small backing of spices, a small backing of Asian food, and that is the idea. And from this, we reached to 20 tracks distribution, and the staff around maybe 25 people working under his control in our company that time. And we reach a sale, monthly sale, very big figure that time. Why? Mr. Varghese, he worked 24 hours. He's honest. He's follow up all the business at that time, all his details in the business. And what you see in album, this is one of the section he opened that time. Later on, Mr. Varghese, he grow up the empire, what you see now. 2001 സൗദിയിൽ വിദേശ നിക്ഷേപ ലൈസൻസ് നിയമം പാസായപ്പോൾ അതിന്റെ ആദ്യ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി വർഗീസ് മൂലന് ലഭിച്ചു. തുടർന്ന് 100% സ്വന്തം ഉടമസ്ഥതയിലുള്ള ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി സൗദിയിൽ ആരംഭിച്ചു. പിന്നീട് വ്യവസായം നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ദുബായ്, ഒമാൻ, ഓസ്ട്രേലിയ, USA എന്നിവിടങ്ങളിൽ വർഗീസ് മൂലന്റെ സംരംഭക സാന്നിധ്യം ശക്തമായി. ഇതോടൊപ്പം സൗദി ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേക ബഹുമതിയും അദ്ദേഹം നേടി. 2010 വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ കാഴ്ചപ്പാടുകളിലെ വൈവിധ്യം കാരണം ദേവസിയുടെ അനുമതിയോടെ സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ വർഗീസ് മൂലൻ തീരുമാനിച്ചു. ഡോക്ടർ വർഗീസ് മൂലൻ ആ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് 40 വർഷത്തിലേറെയായി ഇന്ന് വലിയൊരു സാമ്രാജ്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് എൻവയർ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയും നമുക്ക് അറിയുന്ന ഒരു ബിസിനസ് അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഡൈവേഴ്സിഫിക്കേഷന് വലിയ ധൈര്യം കാണിച്ചു. അതിപ്പോൾ മീഡിയ പ്രൊഡക്ഷനിലേക്കാണെങ്കിലും മറ്റു പല വേർട്ടിക്കൽസിലേക്കാണെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. ആ ഒരു ധൈര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ തുടങ്ങി they are with me, their mind is with me. അതുപോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വിശ്വസിക്കാവുന്ന എൻ്റെ സ്റ്റാഫുണ്ട്. എൻ്റെ അനിയന്മാരെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെ എനിക്ക് വിശ്വസിക്കാവുന്ന സ്റ്റാഫുകളുണ്ട്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്കിംഗ് ടൈം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരും തന്നെ നമ്മുടെ കമ്പനിയിലില്ല. അവരെന്ന് വെച്ചാൽ ദേ ആർ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു അവർ കമ്പനി. എല്ലാവരും ഞങ്ങളതുപോലെ തന്നെ ഞാനും മോനെ ഞങ്ങളെന്ന് വെച്ചാൽ 24 hours എന്ന് വേണമെങ്കിൽ പറയാം. മോൻ്റെ ടെലിഫോണാണെങ്കിൽ 24 hours ബിസിയാണ്. എപ്പോഴും ഓരോ കാര്യം അല്ലെങ്കിൽ മറ്റേ ഇതല്ല. അപ്പോൾ അവനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയും കൂടെ സ്ട്രെങ്സ് ആയി. വിജയ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയാണ് പിന്നെ സിനിമയും പിന്നെ അതുപോലെ ഇപ്പം മെൻസ് ഗ്രൂമിങ് ഉണ്ട്, ഇപ്പം ഡയമണ്ട് ജ്വല്ലറി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ മീഡിയ ക്രിയേഷൻസ് ഉണ്ട്, പിന്നെ മറ്റേ ഇതിൻ്റെ റിസോർട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ഓർഗാനിക് ഗാർഡൻസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇതിലേക്ക് പോകാനായിട്ട് ഒന്നാമതായിട്ട് എന്തോ ഇവിടെ നിന്ന് ഒരു ധൈര്യം, എവിടെ ചെന്നാൽ എവിടെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു പക്ഷേ അന്ന് 40 വർഷം മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെയധികം നമ്മൾ അധ്വാനിച്ച് എങ്ങനെ ഇത് വന്നു കഴിഞ്ഞാലും നമുക്ക് ആദ്യം ഞങ്ങൾ ഒരു കാര്യം വലിയ ഇതിൽ സ്റ്റാർട്ട് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചുകൾ അപ്പം അറിയാൻ പറ്റും എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഏറ്റക്കുറച്ചുകൾ അതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും സാധനത്തില്ല, ഡിഫോൾട്ടായിട്ട് കറക്റ്റായിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ അത് എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. എല്ലാം ചെറിയ രീതിയിൽ പഠിച്ച് ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഡെവലപ്പ് ചെയ്യും. ഞങ്ങളെല്ലാം ഒരു കുടുംബമായിട്ടാണ്, വി ആർ ഫാമിലി. ആ സ്റ്റൈലിലാണ് ഞങ്ങൾ ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെയും ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു, ഓരോ കാര്യങ്ങൾ അവരവരുടേതനുസരിച്ച് ചെയ്യുന്നു, പോരായ്മകൾ വരുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ചിലരുണ്ട് ആഴ്ചകൾക്ക് മാസം ജോലി ചെയ്തവരും ഉണ്ട്, നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിട്ട് ശരിയല്ല തോന്നി ഒഴിവാക്കി വിട്ടവരും ഉണ്ട്. അപ്പോൾ ശരിയായിട്ട് വന്ന് നമ്മളായിട്ട് താല്പര്യപ്പെട്ട് ജീവിതത്തിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക്, അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തവരും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ വിദേശങ്ങളിലുള്ള കമ്പനികളിലേക്ക് അവർ പറഞ്ഞയക്കാറുണ്ട് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. അങ്ങനെയുള്ള പലരും നമ്മളെ അപ്പോൾ അവർക്ക് ഒരു വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അവരുടെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ കേപ്പബിലിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു പേര് എന്ന് വെച്ചാൽ നമ്മുടെ വർഗീസ് മൂലം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ എല്ലായിടത്തും തന്നെ ഒരുവിധം ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളിയുടെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് വരുന്നത് എന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പോൾ അത് ഞങ്ങളുടെ സ്റ്റാഫിനുണ്ട്, അവരാണ് ഞങ്ങൾക്ക് പകർന്നു തരുന്നത്. നമുക്ക് ഇതിങ്ങനെയാണ്, അത് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് നമുക്ക് ഇങ്ങനെ വേണം, നമുക്ക് ഇങ്ങനെ ഒരു ഡൈവേർഷൻ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്താ. അപ്പം ഞാനും മോനും കൂടെ അത് ആലോചിക്കും, എങ്ങനെയാണ് ചെയ്യും, വി മേക്ക് ദാറ്റ് കറക്ഷൻ. ഇന്ന് വർഗീസ് മൂലന്റെ ദീർഘദർശനമാണ് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയ്ക്കപ്പുറം സിനിമ, റിയൽ എസ്റ്റേറ്റ്, ഓർഗാനിക് ഗാർഡൻ, റിസോർട്ട്, കനേഡിയൻ മെൻസ് ഗ്രൂമിംഗ് ബ്രാൻഡായ ചോപ്പ് ഷോപ്പ് എന്നിവയിലേക്കും വ്യാപ്തി എത്തിയിട്ടുണ്ട്. അങ്കമാലി ഇൻഡസ്ട്രിയ ഏരിയയിൽ 1.5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക ടെക്നോളജിയിൽ പുതിയ ഫാക്ടറി വരുന്നു. ദമാം സൗദി അറേബ്യയിൽ 2 ഏക്കർ സ്ഥലത്ത് പുതിയ വെയർഹൌസിന്റെ പണി പുരോഗമിക്കുന്നു. വിജയന്റെ ഭാര്യ കാശ്മീരയുടെ നേതൃത്വത്തിലുള്ള DNA ഡയമണ്ട് ജ്വല്ലറിയും മൂലൻസ് പെട്രോ കെമിക്കൽസ് എന്ന പേരിൽ ആരംഭിക്കുന്ന പെട്രോൾ പമ്പുകളും പുതിയ നേട്ടങ്ങളാണ്. പല പുതിയ ബിസിനസ്സുകാർക്കും ചെറിയൊരു പരാജയം വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു, വലുതായി നിരാശപ്പെട്ടു. പക്ഷെ അങ്ങേ സംബന്ധിച്ചിടത്തോളം ആദ്യത്തിൽ ആ ഒരു ഷിപ്മെന്റിൽ പറ്റിയ ആ ഒരു പരാജയം അതൊന്ന് പറഞ്ഞു തരും. ആ പരാജയത്തിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത്? കാരണം ആ പരാജയത്തിന് അന്ന് പരാജയപ്പെട്ട് മിണ്ടാതിരുന്നെങ്കിൽ എങ്ങെത്തില്ലെന്ന് എനിക്കറിയാം, വേറെ വഴിയില്ല. കാരണം ഏകദേശം ഇദ്ദേഹം തന്ന ആ പണം മുഴുവൻ അതിന് നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അത് ഷിപ്മെന്റിൽ അതിനകത്ത് അത് പാസ്സായില്ല, അതിനകത്ത് ക്വാളിറ്റി കംപ്ലൈന്റ് ഉണ്ട്. ഫസ്റ്റ് സമയം ഇന്ത്യയിൽ നിന്നൊക്കെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വിധത്തിൽ അന്ന് പാസ്സാവില്ല. അതാണ് പറ്റിയത്. ഫസ്റ്റ് ടൈം ആയത്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫസ്റ്റ് ഷിപ്മെന്റ്. അപ്പം അതുകൊണ്ട് 3,92,000 രൂപയുടെ ഷിപ്മെന്റ് ആയിരുന്നു, ബില്ലായിരുന്നു ഇത് ഒരൊറ്റ ഷിപ്മെന്റ്. അതാണ് പോയത്. അത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തെന്ന കാശായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്ലീസ് ഗീവ് മീ എ ചാൻസ് അനദർ, ഐ വിൽ വർക്ക് ഇറ്റ് ഔട്ട്, പ്ലീസ് ഗീവ് മീ സം ടൈം. ഇങ്ങനെയാണ് അവിടെ നമ്മൾ ഇതിനകത്ത് പാക്കറ്റ് വീണ്ടും പാക്കിങ് തുടങ്ങി. സ്റ്റാർട്ടിങ് വീണ്ടും അവിടെ തന്നെ സാധനങ്ങൾ എടുത്ത് വീണ്ടും അവിടെ തന്നെ പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് പ്രോഫിറ്റുകൾ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഞാൻ തന്നെയാണ് ഏകദേശം 1.5 വർഷത്തോളം ഒറ്റയ്ക്കാണ് ഓടി മാർക്കറ്റ് ചെയ്തത്. അതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയായി. അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ അടുത്ത ഷിപ്മെൻറ്റ് വന്നു, അത് കറക്റ്റായിട്ട് വന്നു, നമ്മൾ ക്ലിയർ ചെയ്ത് എല്ലാം ചെയ്ത് വീണ്ടും വരുത്ത് വന്നു. പിന്നെ റെഗുലറായിട്ട് അത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആളുകളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അനിയന്മാരെയും അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയിട്ട് ജോലി കൊടുത്തു, 3 അനിയന്മാർ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് സഹകരിച്ച് അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രാവശ്യത്തിൽ വന്ന ആ മിസ്റ്റേക്ക് പിന്നെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. This is your second time in Kerala, God's own country. So how do you feel? Do you like people of Kerala? Do you love the culture of Kerala? What special role Kerala has in your life?
Kerala. Last night came from Saudi Arabia on the plane. I'd like to change my seat. He told me, no, don't change it. The plane is full. That's mean many people from Kerala working in the Gulf country or in Saudi Arabia. That's why our culture is not that much far. The Kerala people, I think, when they work in the Gulf country or Saudi Arabia, they feel it is the same country, and they are nice people. We are dealing with them. I mean, all the Indians and all the other countries, they are nice, but Kerala people, mostly of the workers in Saudi Arabia from India or in the Gulf from Kerala. We don't want the other countries to be, also the other countries, they are nice, but it's mostly of the Kerala. When I visit Kerala first time, if you ask me how you see Cochin after a long time you don't visit, today we will take not tour, but we will visit the city with my family and with Mr. Varghese family. My indications when we land to the Cochin airport, completely different from 22 years back. Yeah, I see international airport, very nice facilities. The authorities, they deal with the foreigners nicely, perfectly, and very smoothly. We finish all our progress until we get out from the airport. The area of the airport is completely different from the area I see 22 years back. Yeah. Now, is it international airport? Yeah, It's international airport. So thank you so much for spending your time with us and wishing you great times together. Two young men shared a single dream, grew together. So may God bless you to grow better, grow more, and reach more higher spaces. Thank you so much. Thank you. And wishing happiness, love from all of us to your family too. Thank you. Thank you very much. Thank you very much. Thank you. സാമൂഹിക പ്രതിബദ്ധതയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ചരിത്രത്തിന്റെ കൂടെ ഭാഗമാകുകയാണ്. കഴിഞ്ഞ 40 വർഷങ്ങളായി വർഗീസ് മൂലൻസ് ഗ്രൂപ്പ് തുടരുന്ന ബൃഹത്തായ പദ്ധതികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണിത്. വർഗീസിനെ പറ്റിയിട്ടോ വിജയനെ പറ്റിയിട്ടോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയൊരു ആഘോഷം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്.